അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി UGC നെറ്റ് 120 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9778826292. ഹായ് എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. അപ്പം അങ്ങനെ നമ്മുടെ റീനെറ്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ റീനെറ്റ് എക്സാമിനേഷൻ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ, അവസാനം. അപ്പം അതിൻ്റെ ക്ഷീണത്തിലായിരിക്കും നിങ്ങളെല്ലാവരും. ഒരുപാട് എക്സാം അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികളും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ ആ ഒരു ഒപ്പീനിയൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ ഇത്. എങ്ങനെയായിരുന്നു എക്സാം, ഏത് ലെവലിലായിരുന്നു, ക്വസ്റ്റ്യനുകൾ എങ്ങനെയായിരുന്നു, ഇനി കട്ട് ഓഫ് വരികയാണെങ്കിൽ ഏകദേശം എത്രയായിരിക്കും കട്ട് ഓഫ്. അപ്പം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണുക. ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസംബർ 2023 എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈസി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. അതായത് ഈ എക്സാം അങ്ങനെ മൊത്തത്തിൽ ഈസി ആയിരുന്നു എന്നല്ല. അതായത് ഇപ്പോൾ ഒരു 2020, 2019 ആ ഒരു കാലഘട്ടത്തിലും അതിന് മുന്നേ ഒക്കെ വന്നിരുന്ന ഒരു എക്സാമിൻ്റെ ലെവൽ നമുക്ക് അറിയാമല്ലേ, അത്യാവശ്യമൊക്കെ ഈസി തന്നെയാണ്. എന്തായാലും ആ ഒരു ലെവലിലായിരുന്നില്ല. ഇപ്പം നമ്മുടെ NTA മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡേർഡും ആ ഒരു ലെവലുണ്ട്. ആ ലെവൽ എന്തായാലും നമ്മൾ വിട്ടിട്ടില്ല ഇത്തവണത്തെ എക്സാമിലും. പക്ഷേ എന്നാൽ പോലും പ്രത്യേകിച്ചും ഡിസംബർ 2023 കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ, ഡിസംബർ 2023 എക്സാം എന്ന് പറയുമ്പോൾ വളരെയധികം മാത്തമാറ്റിക്കലായിട്ടും എക്കണോമെട്രിക്സ് ഫോക്കസ് ചെയ്തിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോക്കസ് ചെയ്തിട്ടും വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തവണ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ടും തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസംബർ 2023 കട്ട് ഓഫിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതലായിരിക്കും. കാരണം ഡിസംബർ 2023 കട്ട് ഓഫ് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ലോ കട്ട് ഓഫ് ആയിരുന്നു അല്ലേ നമ്മുടെ എക്കണോമിക്സിൻ്റെ. അപ്പോൾ അത്രയും താഴ്ന്നു പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ടഫായിരുന്നു ആ എക്സാം. അതുകൊണ്ടാണ് അത്രയും വളരെ ചെറിയൊരു കട്ട് ഓഫ് ഒക്കെ വന്നത്. നമ്മുടെ ജനറൽ കാറ്റഗറി ഒക്കെ നോക്കുകയാണെങ്കിൽ 154 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ നെറ്റിൻ്റെ കട്ട് ഓഫ് അല്ലേ. അപ്പോൾ അത്രയും ഒന്നും നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് താഴ്ന്നു പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എക്സാമിനേഷൻ ഒന്നുമല്ല, സാധാരണ നടക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇത്തവണ നടന്നത്. പിന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് ചോദിക്കല്ലാതെ വളഞ്ഞു മൂക്ക് പിടിച്ച് നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടുവന്ന് തിരിച്ചു വന്നിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ NTA-ക്ക്. പ്രത്യേകിച്ചും ഡിസംബർ 2023 ഒരു ഫുൾ പാസേജ് ഒക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമുക്ക് ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, 2 സ്ലൈഡിലേക്ക് ക്വസ്റ്റ്യൻ മാത്രം തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്രയും വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം ചോദിക്കുന്നത് 1 ലൈനിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കത് വായിച്ച് അത് ഇൻറ്റർപ്രറ്റ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്ത് എന്താണ് NTA ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു തരത്തിലും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇത്തവണ വന്നിട്ടില്ല എന്നാണ് ഏകദേശം എല്ലാവരും പറഞ്ഞത്. അതായത് സിംഗിൾ ലൈൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ ടഫായിട്ടുണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം ടഫായതുകൊണ്ടും ആ ടോപ്പിക്ക് ടഫായതുകൊണ്ടുമാണ് ഇത്തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടഫായതെന്നാണ് കൂടുതൽ പേരും പറഞ്ഞത്. അതായത് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സ്ട്രക്ചർ വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സിംഗിൾ ലൈൻഡ് സെൻറ്റൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് ഫേസ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ എക്സാം എഴുതിയത് അല്ലേ. ജൂൺ 18 നമ്മൾ എക്സാം എഴുതി, പിറ്റേ ദിവസം നമ്മളോട് എക്സാം ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് വിഷമവും നമ്മൾ 6 മാസം കഷ്ടപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടും ആ സ്ട്രെസ്സും എല്ലാം നമ്മൾക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പം ഇത് ഓൾറെഡി ഉണ്ടായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് റീനെറ്റ് എക്സാം എഴുതുന്നത്. ഇപ്പോഴും 2 മാസത്തെ ഗ്യാപ്പിൽ ഈ എക്സാം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വല്ലാതെ രീതിയിലുള്ള കൺഫ്യൂഷൻസ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഓണറബിൾ സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞത് ഒരു 1 to 2 വീക്സിന് മുന്നേ ആണ് ഒരിക്കലും ഈ റീനെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യില്ല, നമ്മൾ റീനെറ്റ് എന്തായാലും കണ്ടക്ട് ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വന്നത്. സോ അത്രയും സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നുപോയ ഒരു സൈക്കിളാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഈസി ആവേണ്ടത് നല്ലതാണ് അല്ലേ. നമുക്ക് കുട്ടികൾക്കൊക്കെ കുറച്ചെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങനെയായിരിക്കും. സോ അത് വളരെ നല്ല കാര്യമായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം പറയാനാണെങ്കിൽ, ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഉള്ള വേറൊരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നുപോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ജൂൺ 18 നടന്ന എക്സാമിലും ഒരു ക്വസ്റ്റ്യൻ പോലും അസേർഷൻ റീസൺ ടൈപ്പ് ഉണ്ടായിരുന്നില്ല. കുട്ടികളെ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ അല്ലേ. എല്ലാവരും പറയാറുണ്ട് എങ്ങനെ പോയാലും അറിഞ്ഞ ക്വസ്റ്റ്യൻ ആയാൽ പോലും തെറ്റിച്ചിട്ട് വരുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിലായിരിക്കും. അപ്പം നമ്മുടെ ജൂൺ 18 നടന്ന എക്സാമിൻ്റെ അനാലിസിസ് വീഡിയോ തന്നെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ CCയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് അതുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണുക, കാരണം ഇനി ഫ്യൂച്ചറിൽ വരുന്ന എക്സാമുകളെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറ്റ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക് ഓഗസ്റ്റിലെ എക്സാമിനും കാണാൻ പറ്റുക എന്നുള്ളത്. ആ പറഞ്ഞത് അതേപടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓഗസ്റ്റിൽ എക്സാമിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആശ്വാസം തരുന്നൊരു കാര്യമാണ് അല്ലേ. പക്ഷേ അതേസമയം ഏറ്റവും കൂടുതൽ ഈ എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടതെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ ABCDE എന്ന 5 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതല്ല മെയിൻ ഓപ്ഷൻസ്. മെയിൻ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുക്കേണ്ട 4 ഓപ്ഷൻസിലും A, B and C ഓൺലി, A and D ഓൺലി, A, C, D and E ഓൺലി, ഇങ്ങനത്തെ പല തരത്തിലുള്ള കോമ്പിനേഷനുകൾ ഉണ്ടാവും നമ്മുടെ ആദ്യത്തെ 5 ഓപ്ഷൻസിൻ്റെ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മുടെ ഇത്തവണത്തെ എക്സാമിന് കണ്ടത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് എലിമിനേഷൻ മെത്തേഡാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിനെ പോലും ടാക്കിൾ ചെയ്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് വരാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പം ഞാൻ നമ്മുടെ CCയിലെ സ്റ്റുഡൻസിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ABCDE എന്ന് നമ്മൾ ആദ്യം തന്നെ റഫ് ഷീറ്റിൽ എഴുതി വെച്ചിട്ട് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമില്ല. നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം നോക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ഇപ്പോൾ എല്ലാ ഓപ്ഷൻസിലും A എന്നുള്ളതുണ്ട് എങ്കിൽ നമുക്ക് ആ A സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ആ ടൈം അവിടെ ലാഭിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, റഫ് ഷീറ്റിൽ A എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് തെറ്റ് ഏതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ആ ഓപ്ഷൻ നമ്മുടെ റഫ് ഷീറ്റിൽ തെറ്റെന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ആ 4 ഓപ്ഷൻസിൽ 2 or 3 ഓപ്ഷൻസ് നമുക്ക് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ വളരെ ഈസി ആയിരിക്കും. ശരി ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ടും നല്ല ഷുവറായിട്ടും നമുക്ക് 100% ഷുവറായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ സ്റ്റുഡൻസിന് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി വരുന്ന എക്സാമിന് നിങ്ങളും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് അത്രയും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേറെക്കുറെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ട് വരാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറയാനാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തന്നെയാണ് പറഞ്ഞത്. അതായത് എക്സാം ഈസിയാണ് അല്ല എന്നല്ല, പക്ഷേ 150 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് വരാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാൻ പോലും ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ടൈം കിട്ടാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും പലപ്പോഴും നമുക്ക് പാസേജിനൊന്നും അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, മിസ് ചെയ്യുന്നു, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്നൊക്കെ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഏറെക്കുറെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഇത്തവണത്തെ എക്സാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുമ്പോൾ 3 മണിക്കൂറും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമുകൾ എഴുതുക. അല്ലാതെ നമുക്ക് ചില എക്സാമുകളൊക്കെ വല്ലാതെ ഈസി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതുകയാണെങ്കിൽ നമുക്ക് 2-2.25 മണിക്കൂറിൽ എഴുതി നമ്മൾ നിർത്തി പോരും അല്ലേ. നമുക്ക് ഒറിജിനലായിട്ട് നെറ്റ് എക്സാമിന് ഇങ്ങനെ നിർത്തി പോരാൻ പറ്റില്ല. നമ്മൾ 3 മണിക്കൂറും അവിടെ ഇരിക്കണം എന്നുള്ളത് ഒരു റൂളാണ്. അതേപോലെ തന്നെ 3 മണിക്കൂർ തികയാതെ വരും നമ്മുടെ ഒറിജിനൽ നെറ്റ് എക്സാമിന്. സോ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ പാസേജിനെ പറ്റി പറഞ്ഞു അല്ലേ. റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളത് പേപ്പർ 1 ഉണ്ടാവാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു ട്രെൻഡാണ് പേപ്പർ 2 പാസേജുകൾ വരുന്നത്. അതും കൃത്യമായിട്ട് 2 പാസേജാണ് വരുന്നത്. ഇത്തവണ നോക്കുകയാണെങ്കിൽ ഡിസംബറത്തെ പാസേജ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന് തന്നെ അത് ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ തന്നെ 3/4 മണിക്കൂർ എങ്ങനെയായാലും പോകും. മിനിമം 3/4 മണിക്കൂർ എന്തായാലും പോകും. അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം പറയുന്നത് നമുക്ക് എക്സാം എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും
ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിടത്തോളം ഒരു പാസേജ് ഗ്രാഫിക്കൽ ബേസ്ഡ് ആയിരുന്നു. ആ പാസേജ് വളരെ എളുപ്പമായിരുന്നു മിസ് എന്നാണ് കൂടുതലും പേര് എന്നോട് പറഞ്ഞത്. ഗ്രാഫിക്കലി ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രോളിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ 2 സ്ക്രോളിംഗ് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പൊ 2 സ്ക്രോളിംഗ് ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ മാത്രം സ്ക്രോൾ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഗുണം ഫസ്റ്റ് ഈ പറഞ്ഞ ഗ്രാഫിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാസേജിന് ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രാഫിക്കൽ അല്ലാതെ പ്രോപ്പർ പാസേജ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാസേജ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ GDPയുടെ കാൽക്കുലേഷൻസ് ഒക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഫിസിക്കൽ ഡെഫിസിറ്റ് പോലെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഡെഫിസിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പാസേജ് ഒരുപാട് ലെങ്തി ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ടൈം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി പാസേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി വരുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ആ പാസേജുകൾ സോൾവ് ചെയ്യാന്നുള്ളത് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി വേറെ കാര്യം പറയുകയാണെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെറിയ നമ്പേഴ്സ് ആണ് വന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. അതായത് 2.something, 3.something, 4.something, 1.something ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും കാൽക്കുലേഷൻസിൽ ബുദ്ധിമുട്ട് വന്നിരുന്നു എന്നും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ആ DI കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് എങ്ങനെയായിരുന്നു ഈ DI ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവും. സോ അത് അനാലിസിസ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിനെ പറ്റിയിട്ട് അനാലിസിസിൽ പറയാനുള്ളത്. കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂഷ്വലി വരാറുള്ള ഒരു ലെവൽ തന്നെ ആയിരിക്കും. കുറച്ചെങ്കിലും കട്ട് ഓഫ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 180 എങ്കിലും എന്തായാലും ജനറൽ കാറ്റഗറിയുടെ നെറ്റിൻ്റെ കട്ട് ഓഫ് എത്തും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. JRFനാണെങ്കിലും ഒരു 200ൻ്റെ അടുത്ത് 200 ആ ഒരു അറൗണ്ടിൽ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കും JRFന് ജനറൽ കാറ്റഗറിയിൽ വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം ഒരു 2 ആഴ്ചക്കകം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവിഷണൽ ആൻസർ കീ ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് സ്വന്തം മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒട്ടും സമയം വൈകിക്കാതെ 2-3 മാസമൊക്കെയാണ് നമുക്കുള്ളത്. സോ ഒട്ടും സമയം വൈകിക്കാതെ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി എങ്ങാനും നിങ്ങൾ ബോർഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഫൈനൽ ആൻസർ കീ വരണം അല്ലേ. കട്ട് ഓഫ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ. അപ്പം നമുക്ക് ഇനി പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.